അല്ലാഹുവേ ഈ മാറ്റിക്കൊടുക്കുക അല്ലാ. കാവലുണ്ടോ? വലിയ സഹായം നമുക്കുണ്ട്. മരണത്തിന്റെ നേരം വലിയ വലിയ മഹാന്മാര് വന്ന സംഭവം ഉണ്ടായില്ലേ? എല്ലാ ശൈത്താൻ ആ കരച്ചിലൊക്കെ ഉണ്ട് കേട്ടാ സുബ്ഹാനല്ലാഹ്, കണ്ണീന്നും ചാടും മൂക്കീന്നും ചാടും. അങ്ങനെ പിഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് പറഞ്ഞിട്ട കൽബം കണ്ട് കുൽബാകും. ശുദ്ധ കപടനാണ്, കാട്ടുകള്ളനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന കുരുവട്ടൂര് കോമാട്ടുചാലിൽ അബ്ദുള്ളയെ കുറിച്ചാണ് പറയുന്നത്. ശുദ്ധ കപടനാണ്, കാട്ടുകള്ളനാണ് എന്ന്. അങ്ങനെയുള്ള പണി എടുക്കുന്നതുകൊണ്ടാണ് ഒരു തലയെക്കെട്ടുകാരനാണ് ആര്, കോമാട്ടുചാലിൽ അബ്ദുള്ള. വേറെ തലയെക്കെട്ടുകാരൻ പറയാണ് ശുദ്ധ കള്ളനാണ്, കാട്ടുകള്ളനാണ്. ആരെ? ഈ പറയുന്ന മുദബ്ബിറുൽ ആലം ആണ് എന്ന് നൗഷാദ് അടക്കം വിളിച്ചു പറയുന്ന, ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ് എന്ന് ഒരു ഉളുപ്പില്ലാതെ പറയാം. ലോകം നിയന്ത്രിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരേല അനങ്ങുണ്ടെങ്കിൽ പോലും ഓല അറിയുന്നതാണ്. അഥവാ ലോകം നിയന്ത്രിക്കുമ്പോൾ ലോകം മൊത്തത്തിൽ നിയന്ത്രിച്ചു പോകുക. ഒരു സൂചി വീണാൽ പോലും ആരെ അറിയും? കോമാട്ടുചാലിൽ അബ്ദുള്ള. അത് കോമാട്ടുചാലിൽ അബ്ദുള്ളാന്റെ കയ്യിൽ നിന്ന് സൂചി വീണാലല്ല, ഈ ലോകത്തിന്റെ ഏത് കോണിലും ഒരു സൂചി വീണാൽ പോലും കോമാട്ടുചാലിൽ അബ്ദുള്ള അറിയുന്നതാണ് ആര് വിശ്വസിക്കുന്നത്? ഈ പറയുന്ന കുരുവട്ടൂരികൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് ആ കുരുവട്ടൂരികളിലെ നേതാവ് കോമാട്ടുചാലിൽ അബ്ദുള്ള പടച്ചോനോട് ദ്വാരന്നാണ് നാടകം കളിക്കുക, കണ്ണീര് കാണിക്കുക, മൂക്കൊലിച്ചിട്ട് തുടക്കുക. അതെ, ഇപ്പൊ നൗഷാദ് പറഞ്ഞില്ല ഒരു കാര്യമുണ്ട്. ഇനി കുരുവട്ടൂർ ഔലിയന്റെ വേറൊരു വീഡിയോ നമുക്കൊന്ന് കാണാം. ശരീഅത്തിന്റെ വ്യക്തമായ ഭാഗം ശൈഖുനെ പഠിപ്പിക്കുന്നത് പോലെ ആരാ പഠിപ്പിച്ചത്? കീശേരിയിൽ ഒരിക്കൽ ഞാനും അൻവരി ഉസ്താദുണ്ട്, ഞങ്ങളൊരു ക്ലാസ്സിൽ ഒരു വീട്ടിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശൈഖുന മജ്ലിസിലേക്ക് വന്നു. അപ്പൊ ആണുങ്ങൾ ഇരിക്കുന്നുണ്ട്, അതിന്റെ വേക്കൽ പെണ്ണുങ്ങളും ഉണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട കുറച്ച് പെണ്ണുങ്ങളാ. അതിന്റെ ഇടയിൽ മറയിടാതെ ക്ലാസ് എടുത്തതിന്റെ പേരിൽ അന്ന് ആ ദിവസം മുഴുവനും അതിന്റെ ഭയാനകരമായ അവസ്ഥകളും ശരീഅത്തും പഠിപ്പിച്ച് ആ സദസ്സിൽ വെച്ച് ഞങ്ങളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതാണ് ശൈഖുന. അപ്പൊ എല്ലാരും കേട്ടല്ലോ, ഈ പറയുന്ന വലിയ വായിൽ തൊള്ളടന അൻവരിയും അതിനപ്പുറം തൊള്ള കീറി പറയുന്ന നൗഷാദും അടങ്ങുന്ന ഈ രണ്ടുപേരും ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് പെണ്ണുങ്ങളെ ആണുങ്ങളെ ബാക്കിൽ മറയില്ലാതെ ഇരുത്തിന്ന്. എന്നിട്ട് അത് വിളിച്ചു പറയാണ് ആര്? നൗഷാദ്. നൗഷാദ് പറഞ്ഞാൽ ദർസ് പഠിക്കണ കുട്ടിയൊന്നല്ല, എല്ലാ ബിരുദവും തേഞ്ഞവനാണ്. എന്നിട്ട് പേച്ചോനാ. ആ പേച്ചോൻ പറയണത് ഞങ്ങൾ പെണ്ണുങ്ങളെ ബാക്കിൽ ഇരുത്തിയിട്ട് ക്ലാസ് എടുത്തു, ആണുങ്ങളെ ബാക്കിൽ മറയില്ലാതെ ഈ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാ. ഇത് അള്ളാഹ് പറയിപ്പിക്കണതാ. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നിയാസം കാട്ടാ. എന്നിട്ട് അതിന് ഉസ്താദ് എന്ത് ചെയ്തു? ശൈഖുനെ ഞങ്ങളെ മാപ്പ് പറയിപ്പിച്ചു. വലിയ കാര്യമായില്ലേ? പിന്നെ ഞങ്ങളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതാണ് ശൈഖുന. എല്ലാരും അങ്ങനെയാണ്. എല്ലാരും എങ്ങനെയാണ് എന്നാണ് നൗഷാദ് പറയണത്? അത് മനസ്സിലായില്ല. ഞങ്ങൾ ഈ പെണ്ണുങ്ങളെ ബാക്കിലിരുത്തി ക്ലാസ് എടുക്കണ പോലാണെന്നോ പറഞ്ഞത്? എവിടെ നൗഷാദ് എന്റെ മുദബ്ബിറുൽ ആലം? മൂപ്പരൊന്ന് കാണണല്ലോ. ഏതായാലും മൂപ്പരൊന്ന് വരട്ടെ, അതാ നല്ലത്. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയന്നെയും. പേടിക്കണം കേട്ടോ. പറയണ ആരാന്നറിയോ? ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണ് ഈ പറയണത്. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും, അതന്നെ നിങ്ങൾ പറയുന്നു. വല്ലാത്ത ജാതി. ഓന്റെ പൂതി പടച്ചോ ഓനാണെന്നാ. വല്ലാത്തൊരു കുരുവട്ടൂരായി പോയി. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയന്നെയും. മൂപ്പര് പറഞ്ഞ മാതിരി നിങ്ങൾ ഈ കരുതിയ പോലൊന്നല്ല. ഈ ലോകം മൊത്തത്തിൽ നിയന്ത്രിക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നല്ല. ഇവിടെ മൃഗങ്ങളും മനുഷ്യന്മാരൊക്കെ ജീവിക്കുമ്പോൾ ഓരോ മനുഷ്യന്റെ മൈൻഡും എങ്ങനെ നിയന്ത്രിക്കണം എന്ന് ആര് ചിന്തിക്കണം? കോമാട്ടുചാലിൽ അബ്ദുള്ള ഈ കേരളത്തിൽ നിന്ന് ചിന്തിക്കണം. ഈ ഇടക്കിടക്ക് ദുബായിക്ക് പോകണം, എന്നിട്ട് അവിടെ പെണ്ണുങ്ങളെയും കൊണ്ട് കറങ്ങി നടക്കണം. എന്നാലുള്ളൂ അവിടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ആരൊക്കെ ചാടിക്കളിച്ച് കഴിച്ചിട്ട് ചാടിക്കളിച്ചെന്നൊക്കെ നോക്കണമെങ്കിൽ അവിടേക്ക് തന്നെ പോകണം. അത് തൊപ്പിയും തലപ്പാവൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ടീഷർട്ട് നല്ലൊരു പാൻറ്റൊക്കെ ഇട്ടിട്ട് പെണ്ണുങ്ങളെ എന്ത് ചെയ്യുക കൂടെ നടത്തിയിട്ട് എന്ത് ചെയ്യാണ് അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് പോരണം. പിന്നെ ഇനി വേണമെങ്കിൽ അമേരിക്കയ്ക്കും പോകേണ്ടി വരും. കാരണം ഇതൊക്കെ നിയന്ത്രിക്കണ്ടേ, കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യണമല്ലോ. അപ്പോൾ മൂപ്പരൊരു വേറൊരു വീഡിയോ ഉണ്ട്. മൂപ്പര് ആ വിശകലനത്തിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് മാലിട്ട് കൊടുക്കുന്നതും അതിന് ചിരിക്കണമൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഇത് കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ ഒരു പുതിയ മതമാണ്. നൗഷാദ് ഒരിക്കൽ പറയുന്നുണ്ട്, മുദബ്ബിറുൽ ആലമിന്റെ അടുത്തേക്ക് ഷെയ്ഖുനാന്റെ അടുത്തേക്ക് നിങ്ങൾ ആരെങ്കിലും ഭാര്യനെയും കൂട്ടി പോയിട്ട് ഭാര്യനെ മൂപ്പനാണ് എടുത്തിരുത്തിയാണ്ട് എന്തെങ്കിലും തൊടേ പിടിച്ചോ ചെയ്താൽ ഒന്നും ചോദിക്കാൻ പറ്റൂല. അത് ഓല അവകാശമാണ്, അധികാരമാണ്. കാരണം ലോകം നിയന്ത്രിക്കണ പോലല്ലേ.
അപ്പൊ ലോകം നിയന്ത്രിക്കണവനും ഇപ്പൊ എന്താ കണ്ടോന്റെ ഭാര്യനെ തൊട്ടാ പിടിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവര് ജാമ്യം എടുക്കാനായി തന്നെ എല്ലാ തെണ്ണിപ്പും തോന്നിയാസും എല്ലാ ആറാമ്പറപ്പും കാട്ടാൻ വേണ്ടിയിട്ട് ജാമ്യം എടുക്കാം. എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. ആനന്ദ പൊന്മലരെ വാ എന്തൊക്കെ കാണണം എന്നറിയോ? ഒരു മാല ഇട്ട് കൊടുത്തിട്ട് LP കുട്ടികളെ വല്ല ഒപ്പനയിലും മാല ഇട്ടിട്ട് ആ ഒരു ചിരി ഇരിക്കും. ചെറിയ കുട്ടികളല്ല, ഞങ്ങൾ നാണം കൊണ്ട് ചിരിക്കണ മാതിരി ഇവൻ കുരുവട്ടൂരി ബാക്കൊക്കെ നോക്കിയിട്ട് ഒരു ചിരിയാ. എന്തൊക്കെ തോന്നിയാസം, എന്തൊക്കെ കാട്ടണം. ഇതൊക്കെ മതത്തിന്റെ പേരിൽ എന്ന് പറയുമ്പോഴാണ്. ഇവരൊക്കെ ഇസ്ലാമിന്റെ ആളുകളാണ്, മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. വേറെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെയുള്ള പിശാചിന്റെ ഷെറിൽ നിന്നും അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.